ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്രൂത്ത് ഫയൽ. ഇന്ന് നമ്മുടെ ഡേ 17 17ാമത്തെ ദിവസം. നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൽ നമ്മൾ കവർ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പ്രീ ലിബറലൈസേഷൻ പീരീഡാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇന്ന് കവർ ചെയ്യേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ് എന്നുള്ളതും, സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്, സർക്കംസ്റ്റാൻസസ് ലീഡിംഗ് ടു സോഷ്യൽ കൺട്രോൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ, ഇത്രയും ടോപ്പിക്ക് വരെ കംപ്ലീറ്റ് ചെയ്യാം. ഈ 3 വരെയുള്ള മൊഡ്യൂൾസിൽ ഈ പറയുന്ന ടോപ്പിക്ക് വരെയുള്ള ബാങ്കിങ്ങിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പഠിക്കാവുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്സാണ് ഇന്ന് പഠിക്കേണ്ടത്. എവിടെ വരെയാണ്? ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൺട്രോൾ വരെ, ക്രെഡിറ്റ് കൗൺസിൽ, ഒബ്ജക്റ്റീവ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ, സോഷ്യൽ കൺട്രോൾ ഓവർ ബാങ്ക്സ്, സർക്കംസ്റ്റാൻസസ് ലീഡിംഗ് ടു സോഷ്യൽ കൺട്രോൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്രെഡിറ്റ് കൗൺസിൽ. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട കാര്യം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടോട്ടൽ സിലബസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. 30 to 35% ടോപ്പിക്കാണ് ഓരോ മന്തും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQസും PYQസും പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി ടോപ്പിക്കിലേക്ക് പോകുള്ളൂ, നെക്സ്റ്റ് മന്തിലേക്ക്. ഈ ഓരോ 35% ടോപ്പിക്കിൻ്റെ ബേസിലും ലോ, കോർപ്പറേഷൻ, ബാങ്കിങ്, ഈ 35% തീരുന്ന ആ സിലബസിൻ്റെ ബേസിൽ ഓരോരോ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വേണ്ടവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.